ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് എക്സ്പോർട്ടിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എല്ലാവർക്കും സന്തോഷകരമായൊരു വാർത്തയാണ്. സിബിൽ സ്കോർ വേണ്ടാതെ ഒരു കമ്പനി പേഴ്സണൽ ലോണുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു NBFC ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് പേർക്ക് ലോൺ കിട്ടി, കുറച്ച് പേർക്ക് കിട്ടിയില്ല, കുറച്ച് പേർക്ക് ആ ഒരു പേജിൽ വെച്ച് സ്ട്രക്ക് ആവുന്നുണ്ട്, ആപ്ലിക്കേഷൻ സ്ട്രക്ക് ആവുന്നുണ്ട്, അങ്ങനെ പല പല ഇഷ്യൂസും ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കമ്പനി ഇപ്പോൾ, അതായത് ഈ ഒരു NBFC ഇപ്പോൾ നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മിക്ക പിൻ നമ്പറിലും ഇപ്പോൾ ഇവർ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഒരു 7 സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു ലോൺ ചെയ്ത് നോക്കി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളും അവർ പറയുന്നതിന്, ക്രെഡിറ്റ് സ്കോർ വേണ്ടെന്ന് അവർ പറയുന്നതിനെ കാണിച്ചു തരാം. അവരുടെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ പറയുന്നുണ്ട്, ഡിസ്ബേഴ്സൽ ഇൻ 10 minutes, 100% ഡിജിറ്റൽ പ്രോസസ്സിങ്, അതുപോലെ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ, നോ ക്രെഡിറ്റ് ചെക്ക്. ഓക്കെ, ഞാനായിട്ട് പറയുന്നതല്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം ഇതിൽ. അതേപോലെ തന്നെ അവരുടെ രണ്ടാമത്തെ അഡ്വർടൈസ്മെൻറ്റ് 5 lakhs to 1 lakh, അതിലും 100% ഓൺലൈൻ പ്രോസസ്സ്, 10 minutes ഡിസ്ബേഴ്സൽ, നോ ക്രെഡിറ്റ് സ്കോർ ചെക്ക് എന്ന് അതിലും പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ എലിജിബിലിറ്റിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. സിബിൽ സ്കോർ വേണ്ടെന്ന് പറഞ്ഞാലും ഒരു 400, അറ്റ്ലീസ്റ്റ് ഒരു 400എങ്കിലും വേണമായിരിക്കാം നമുക്കൊരു, എന്നാൽ മാത്രമേ ഇവർ ലോൺ തരികയുള്ളൂ. ഇനി ലോൺ എമൗണ്ട് 5000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ഇവർ ലോൺ കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100% ഡിജിറ്റലാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്രൂവലാണ്. നമുക്ക് വളരെ ലോങ് ക്യൂവിലൊന്നും ഇതിൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് റീപേയ്മെൻറ്റ് ഓപ്ഷൻസ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ആ ഒരു ഫ്രീഡവുമായിട്ട് സ്യൂട്ടാവുന്ന ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതായത് അവർ ഉദ്ദേശിക്കുന്നത് കാലാവധി 3, 6, 12 അങ്ങനെ പല പല കാലാവധിയുണ്ട്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനാണ് അവർ പറയുന്നത്. ലോൺ അപ്രൂവൽ ആകുന്നെങ്കിൽ ഏകദേശം 10 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എമൗണ്ട് കിട്ടുന്നതാണ്. ചെറിയ ഡോക്യുമെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ, അതായത് ലോൺ കസ്റ്റമൈസേഷൻ ഉണ്ട്, ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ എലിജിബിലിറ്റി. ഇനി 21 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ളവർക്ക് ഈ ലോൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് എന്ന ഓപ്ഷനുണ്ട്. സാലറി പീപ്പിൾസിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഒരുപാട് ആൾക്കാർ സാലറി ഉണ്ട്, എന്നാൽ സിബിൽ തീരെ കുറവാണ്. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആണ്. കാരണം ഞാൻ ചെയ്ത് നോക്കി, ഞാൻ സത്യം പറയാനുള്ളൂ, എനിക്ക് റിജക്റ്റായി. കാരണം എനിക്ക് ഒരുപാട് ലോൺ ഉള്ളതുകൊണ്ട് ഒബ്ലിഗേഷൻസ് വരും. എനിക്കത് ഒബ്ലിഗേഷൻസ് വരുന്നതുകൊണ്ട് ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, എൻ്റെ മറ്റ് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വെച്ചാണ് ഞാൻ ഒരു ലോൺ ചെയ്യുന്നത്. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്ത് നോക്കി, നിങ്ങൾ ദയവേതൊരു കാര്യം പറയുക, എത്ര പേർക്ക് കിട്ടി, കാര്യങ്ങൾ എന്താണെന്ന് ഡിസ്ക്രിപ്ഷനിലൊന്ന് മെൻഷൻ ചെയ്യുക. മുമ്പ് അവരുടെ ഈ ഒരു ആപ്പ് ഞാൻ മുമ്പ് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, 100 പേര് ചെയ്യുമ്പോൾ 5 പേർക്ക് കിട്ടും, ബാക്കി 95 പേർക്ക് കിട്ടില്ല, ആപ്പ് പകുതി വെച്ച് സ്ട്രക്ക് ആവുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്നിരുന്നു. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കാം. ഓക്കെ, ഇതിന് 25,000 രൂപ സാലറി നിങ്ങൾക്ക് വേണം. ഓക്കെ, സിബിൽ സ്കോർ 400. സിബിൽ സ്കോർ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഞാൻ പറയുന്നത് ഒരു 400 സിബിൽ സ്കോറെങ്കിലും മിനിമം വേണമായിരിക്കാം. ഓക്കെ, അത് കൺഫേം അല്ല, ചിലപ്പോൾ സിബിൽ സ്കോർ ഇല്ലാതെയും അവർ ലോൺ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ ഡോക്യുമെൻ്റ്, നമുക്ക് വലിയ ഡോക്യുമെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ, നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സാലറി സ്ലിപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ട. ബാങ്ക് മസ്റ്റായിട്ടും 25 സാലറി കാണണം. ഞാൻ പറഞ്ഞു ഉദ്ദേശിച്ചത് സാലറി ഉണ്ട്, എന്നാൽ സിബിൽ കുറവായ കസ്റ്റമേഴ്സിനെ, എംപ്ലോയീസിനെ ബേസ് ചെയ്താണ് ഇവർ ലോൺ കൊടുക്കുന്നത്. നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾ ലോൺ കിട്ടുന്നവർ ദയവായി ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുക, എന്ത് തന്നെ ആയാലും, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷനിലേക്ക് പോകും. ഇവിടെ നിങ്ങളുടെ പാൻ കാർഡ്, മൊബൈൽ നമ്പർ ഇത് കുറച്ച് പേർക്ക് തെറ്റുന്നുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മൊബൈലിൽ ചെയ്യാൻ പാടില്ല, മറ്റു മൊബൈൽ നമ്പറിൽ ചെയ്യാൻ പാടില്ല. ആധാർ രജിസ്റ്റേർഡ് നമ്പറിൽ തന്നെ ചെയ്യണം. അപ്പോൾ ആധാർ രജിസ്റ്റർ ചെയ്യാത്തവർ ഉടൻ തന്നെ ചെയ്യുക. പിന്നെ ഫുൾ നെയിം, ഇമെയിൽ ID, പിൻകോഡ്, റിക്വയർ എമൗണ്ട് എത്രയാണോ ഇവിടെ നമ്മൾ കൊടുക്കുക. റിക്വയർഡ് എമൗണ്ട് നമുക്ക് ഞാൻ മുമ്പും ഒരുപാട് വീഡിയോസിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കുക, 5 കോടിയോ 10 കോടിയോ. പക്ഷേ നമ്മുടെ എലിജിബിലിറ്റി ചിലപ്പോൾ 5000 രൂപ ആയിരിക്കും, അത്രയേ കിട്ടുള്ളൂ. ഓക്കെ, അത് ബാങ്കിലായാലും NBFC ആയാലും എവിടെയായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. നമ്മൾക്ക് ആ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. എന്നിട്ട് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക, ഗെറ്റ് OTP ഓപ്ഷൻ കൊടുക്കുക.
അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ രജിസ്ട്രേഷനാണ്. പാനിൻ്റെ അതായത് പാൻ നമ്പർ അതിൻ്റെ ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ഇൻഫർമേഷൻ ഇവിടെ ചെയ്യുന്നുണ്ട്. പേഴ്സണൽ ഇൻഫർമേഷൻസ് നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ജോലി, മെയിൽ ഐ ഡി കാര്യങ്ങൾ അങ്ങനെയായിരിക്കാം. കറണ്ട് റെസിഡൻസ് അഡ്രസ്സ്, ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന അഡ്രസ്സ് കൊടുക്കുക. ഇൻകം ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞു, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ നിങ്ങളുടെ സെൽഫ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇത് ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യരുത്. സാലറി 25,000 രൂപ സാലറി ഉള്ളവരും എന്നാൽ സിബിൽ കുറഞ്ഞ ആൾക്കാരും മാത്രം ഇതിൽ ചെയ്യുക. എന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങൾ പറയുക. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ. ഓക്കെ, അവരുടെ പുതിയൊരു സംരംഭം എന്നാണ് പറയുന്നത്. അവരുടെ അഡ്വർടൈസ്മെൻറ്റിലും കാര്യങ്ങളിലുമെല്ലാം അവരുടെ ഒരു അഡ്വൈസർ എന്നെ വിളിച്ചു പറഞ്ഞു, സാലറി മീൻസ് സിബിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഇത് എത്രത്തോളം പ്രാവർത്തികമാവുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഈ 2-3 ലോണിൻ്റെ അടയാനുണ്ട്. അത് അടച്ചിട്ട് വേണമെങ്കിൽ ഇതിൽ ചെയ്തു നോക്കാം. അല്ലാതെ എനിക്ക് എലിജിബിലിറ്റി വരില്ല. അതുകൊണ്ടാണ്. ഓക്കെ, കാരണം ഞാനിങ്ങനെ ചെയ്ത് ഒരുപാട് NBFCയിൽ നിന്ന് ലോൺ, ട്രൂ ബാലൻസ്, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ബ്രാഞ്ച്, സ്റ്റാഷ് വിൻ, നാവി, അങ്ങനെ ഒരുപാട് മണി വ്യൂ എല്ലാം ഒരുപാട് ലോൺസ് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്. നിങ്ങൾ പറയും ഞാനത് വെറുതെ പറയുന്നതായിരിക്കാം, എനിക്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. നിങ്ങൾ നോക്കൂ, എനിക്ക് 14 ആക്റ്റീവ് അക്കൗണ്ട്സ് ഇവിടെ ഉണ്ട്. ഈ 25,000 രൂപ മണി വ്യൂ ആണ്. HDFC ബാങ്ക്, യുവരാജ് ഫിനാൻസ്, ആക്സിസ് ബാങ്ക്, യെസ് ബാങ്ക്, ഫിൻഫണ്ട്, യെസ് ബാങ്കിൻ്റെ വീണ്ടും വരുന്നുണ്ട്, യെസ് ബാങ്ക്, SBI കാർഡ്, DMI ഫിനാൻസ്, HDFC ബാങ്ക്, ഇത് കുറേ ഫിനാൻസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ പറ്റാത്തത്. എനിക്ക് വീണ്ടും എൻക്വയറീസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എൻക്വയറീസ് വരുമ്പോൾ ഞാൻ പറയുമല്ലോ, എനിക്ക് എന്തെങ്കിലും അർജൻസി ഉണ്ടെങ്കിലും എനിക്ക് ലോൺ കിട്ടില്ല. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഇതുപോലുള്ള സിബിൽ കുറവുള്ള ആപ്ലിക്കേഷൻസ്, നിങ്ങളുടെ മറ്റ് നെഗറ്റീവ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.